ജാതിമത ചിന്തകൾക്കതീതമായി സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള 1500ഓളം ആളുകൾ ഒരുമിച്ചു ചേർന്ന കണ്ണൂർ ആശ്രമിംസിന്റെ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. വിരുന്ന് 2025 എന്ന പേരിൽ പയ്യാമ്പലം അറേബ്യൻ ബീച്ച് റിസോർട്ടിലാണ് കണ്ണൂർ പൗരാവലിയുടെ സംഗമത്തിന് ആശ്രമിംസ് വേദിയൊരുക്കിയത്. ആത്മസമർപ്പണത്തിന്റെയും ആത്മവിശുദ്ധിയുടെയും നാളുകളിലൂടെ കടന്നുപോകുന്ന വിശ്വാസികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന സുന്ദരമായ മുഹൂർത്തത്തിനാണ് ഇഫ്താർ വിരുന്ന് സാക്ഷ്യം വഹിച്ചത്. മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി, കണ്ണൂർ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ്, സയ്യിദ് സഹ്റുദ്ദീൻ തങ്ങൾ, അബ്ദുൾ റഷീദ്, ഫാദർ ജോർജ് പൈനാടത്ത് എന്നിവർ സംസാരിച്ചു. മനസ്സിൽ നന്മ സൂക്ഷിക്കുന്നവരുടെ സംഘമാണ് ഇഫ്താർ വേദിയെന്ന് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി വ്യക്തമാക്കി. അത് യഹൂദന്റെ മൃതശരീരമാണെന്ന് പറഞ്ഞു. പ്രവാചകന്റെ മറുപടി, അത് യഹൂദന്റെ മൃതശരീരമല്ല, ഒരു മനുഷ്യന്റെ മൃതശരീരമാണില്ല. അതാണ് ഇസ്ലാം. ഇതുപോലെയുള്ള കൂടിച്ചേരലുകൾ മാനുഷിക മൂല്യങ്ങളുടെ മഹത്വം ഉദ്ഘോഷിക്കുന്നവയാണ്. വർഗീയതയിൽ അധിഷ്ഠിതമായി സമൂഹത്തെ വേർതിരിക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ ഇത്തരം കൂട്ടായ്മകൾ സഹായകരമാകുമെന്നും സയ്യിദ് സഹ്റുദ്ദീൻ തങ്ങൾ പറഞ്ഞു. എല്ലാ മതങ്ങളും മാനുഷിക തിന്മകളെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ആത്മസംസ്കരണത്തിലൂടെ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ഈ സംഗമം സഹായകരമാകുന്നുവെന്ന് ഫാദർ ജോർജ് പൈനാടത്ത് പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ഇന്ദിര പ്രേംനാഥ്, കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS, കണ്ണൂർ ACP രത്നകുമാർ, കണ്ണൂർ SHO ശ്രീജിത്ത് കൊടേരി, ചക്കരക്കൽ SHO ആസാദ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, കരീം ചേലേരി, രഘുനാഥ്, ഹരിദാസ്, KP താഹിർ, സഹദുള്ള, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് C സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.